Hello guys, welcome back to YouTube channel BTS World. And today our video is ഇന്നത്തെ വീഡിയോ ബാക്ക് ടു സ്കൂൾ വീഡിയോ ആണ്. എനിക്ക് ഷോപ്പിംഗ് വീഡിയോ എടുക്കാൻ പറ്റിയില്ല കേട്ടോ. അപ്പോൾ ഞങ്ങൾ പോയപ്പോൾ മഴ ഉണ്ടാവുമെന്ന് തോന്നിയപ്പോൾ ഞാൻ പിന്നെ എടുത്തില്ല. പിന്നെ നമ്മളിത് ഒരു ഷോപ്പിൽ നിന്നല്ല മേടിച്ചേക്കണേ, പല ഷോപ്പിൽ നിന്നാണ് മേടിച്ചേക്കണേ ഓരോ സാധനങ്ങളും. അപ്പം പിന്നെന്താ, നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോവാം അല്ലേ. അപ്പോൾ ആ ലൈറ്റും കാര്യങ്ങളും എങ്ങനെയുണ്ട് നിങ്ങൾ പറയൂട്ടോ. ആണോ, ഇപ്പോൾ ലൈറ്റ് ഞാൻ കുറച്ച് അടിപൊളിയാക്കി വെച്ചിട്ടുണ്ട്, ലൈറ്റും കാര്യങ്ങളൊക്കെ ഞാൻ അത് മര്യാദയ്ക്ക് വെച്ചുകൊണ്ടിരിക്കുകയെ. പിന്നെ ഇത് നമ്മൾ ഒരു കടയിൽ നിന്നല്ല മേടിച്ചിരിക്കുന്നത്, ഓൺലൈനിൽ നിന്നും മേടിച്ചിട്ടുണ്ട് കുറച്ച് സാധനങ്ങൾ. അതൊക്കെ ഞാൻ പറയാം കേട്ടോ. ഫോണാണെങ്കിൽ വെച്ചിട്ട് അവിടെ ഇരിക്കണില്ലായിരുന്നു, ഇങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുക. ഓക്കെ, അങ്ങനെ ഞാൻ കറക്റ്റാക്കി വെച്ചു. അതിന് സാധനങ്ങളൊക്കെ ഞാൻ എടുത്ത് വയ്ക്കുകയാണ് മുകളിലേക്ക്. അത് എൻ്റെ ഷെൽഫിൻ്റെ മുകളിലാണ് വെച്ചേക്കണേ. താഴെ വെച്ച് കഴിഞ്ഞാൽ ഒന്നും പിന്നെ എനിക്ക് കിട്ടില്ല, എൻ്റെ അനിയത്തിയും എടുത്തുകൊണ്ട് പോവുള്ളൂ. ബാക്ക്ഗ്രൗണ്ട് ഒന്നും നോക്കണ്ട കേട്ടോ, ഇന്ത്യയും കേരളയും പിന്നെ വേൾഡൊക്കെയാണ് ഉള്ളത്. ഞാൻ സ്റ്റിക്ക് ചെയ്ത് വെച്ചേക്കണം ബാക്കിൽ. പിന്നെ അതേ ഞാനത് കുറിഞ്ഞി എടുത്തുകൊണ്ട് പോകുമെന്ന് പറയാണ്. കുറിഞ്ഞിയല്ല, സാൻഡ്രിൻ, എൻ്റെ അനിയത്തി. വീട്ടിലുള്ള കുറിഞ്ഞി എന്നാണ് വിളിക്കണേ. ഞാൻ സാധനങ്ങൾ എടുത്ത് വെച്ചിട്ടുണ്ട്. മുകളിലാണ് സാധനങ്ങളൊക്കെ ഇരിക്കണേ, എടുത്ത് വെച്ചിട്ട് പിന്നെ ഞാൻ ബാക്കി എടുക്കുന്നത്. അപ്പം എന്തെങ്കിലും ഞാൻ എടുത്ത് വെക്കട്ടെ, സാധനങ്ങൾ എടുക്കാം. ഓക്കെ, അങ്ങനെ ഞാൻ സാധനങ്ങളൊക്കെ കൊണ്ട് സെറ്റാക്കിയിട്ടുണ്ട്. ഒരു സാധനം എടുക്കാൻ മറന്നു, ഈ പൗച്ച്. എൻ്റെ വേറൊരു പൗച്ച് അല്ല, പൗച്ചല്ല, സ്റ്റിക്കറായിരുന്നു. അത് സ്റ്റിക്കർ പൗച്ച് ഞാൻ എടുക്കാൻ മറന്നുണ്ട്. എന്നിട്ട് രണ്ടാമത് എടുക്കുകയാണ് ചെയ്തത്. ഓക്കെ, ഞാൻ സെറ്റാക്കിയിട്ടുണ്ടെല്ലാം. ഇനി ഞാൻ ഓരോന്ന് ഇരുന്നിട്ട് കട്ടുതരാം. എനിക്ക് 2 ബോക്സാണുള്ളത്, ഓർഗനൈസിങ് ബോക്സസ്. ഇത് നമ്മൾ ഓൺലൈനിൽ നിന്ന് മേടിച്ചാണ്. 200-300 ഇതിന് അറൗണ്ടിലാണ് കേട്ടോ. ഞാൻ മീഷോയിൽ നിന്ന് മേടിച്ച സാധനങ്ങളൊക്കെ 200-300 അറൗണ്ടാണ് നിൽക്കുന്നത്. അതും വാങ്ങിച്ചിട്ടുണ്ട്. അത് മീഷോയിൽ നിന്നല്ല, അത് നമ്മൾ കടയിൽ നിന്നാണ് മേടിച്ചേക്കണം. അതിൻ്റെ റേറ്റിംഗ് കൃത്യമായിട്ടും മറന്നുകൂടാ. അങ്ങനത്തെ ഇത് ഞാൻ മുന്നേ മേക്കപ്പ് സാധനങ്ങൾ ഓർഗനൈസ് ചെയ്യാനായിരുന്നു. ഇപ്പം ഞാൻ മേക്കപ്പ് വയ്ക്കാൻ വേണ്ടി ഒരു പൗച്ചാക്കി. അപ്പോൾ ഇത് ഞാനെടുത്ത് സ്റ്റേഷനറൊക്കെ വെച്ചു. നമുക്ക് ആദ്യം ബ്ലൂയിൽ നിന്ന് തന്നെ തുടങ്ങാം. ലൈറ്റ് അത് 2 കൂടി വെച്ച് നോക്കുമ്പോൾ ആകെപ്പാടെ ഒരു ഇതായിരുന്നു. അത് ഞാൻ മുകളിലേക്ക് വയ്ക്കാൻ നോക്കി, പക്ഷേ എനിക്ക് വലിയ കാര്യമായിട്ട് ഇഷ്ടമുള്ള ഭയങ്കരമായിട്ട് വെട്ടാൻ പോലെ തോന്നി. സോ ഞാനത് കാട്ടിത്തരാം. ഇതിനകത്ത് പെന്ന്, മാർക്കേഴ്സ്, ഹൈലൈറ്റേഴ്സ് അങ്ങനെയുള്ളതൊക്കെയാണ് വെച്ചേക്കണേ. അതിൻ്റെ ഫ്രണ്ടിൽ ഞാൻ സ്റ്റിക്കർ ഒട്ടിച്ചിട്ടുണ്ട്. ഈ സ്റ്റിക്കർ ഞാൻ ഏറ്റവും ലാസ്റ്റ് നിങ്ങൾക്ക് കാട്ടിത്തരാം. ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ട്, അതാണ് നേരത്തെ എടുത്തത്. മീഷോയിൽ നിന്ന് മേടിച്ചതാണ് സ്റ്റിക്കർ. ഇതൊരു തിരിക്കുടുംബമാണ്. ഇത് നമ്മൾ പ്ലഗുമ്മ കുത്തണതാണ് കേട്ടോ. ഇത് നല്ല അടിപൊളി സാധനമാണ്, ലൈറ്റ് കത്തും. ഇതിപ്പോൾ നിങ്ങൾക്ക് ക്യാമറ കാണിച്ചു തന്നാൽ വലിയ രസം ഉണ്ടാവില്ല, അതുകൊണ്ട് ഞാനത് കട്ട് ചെയ്ത് കളഞ്ഞു. കാരണം ലേറ്റ് ആയതുകൊണ്ട് ഇങ്ങനെ കാണാൻ പറ്റില്ലല്ലോ, അത് കാരണം. പിന്നെ ഞാൻ ഒരു സാധനങ്ങളായിട്ട് എടുത്തരാണ്. എടുക്കൂ, ഞാൻ എടുക്കത്തേ. ഓക്കെ, ഞാൻ തിരിച്ച് വെച്ചിട്ടുണ്ട്. അതായത് വൈറ്റ് ബോർഡ് മാർക്കറാട്ടോ. ഇത് ഞാനൊരു വൈറ്റ് ബോർഡ് ഉണ്ടാക്കി അത് എഴുതാൻ വേണ്ടി വാങ്ങിച്ചത്. പിന്നെ 2 ഹൈലൈറ്റേഴ്സ് ഉണ്ട്. ഇതൊന്ന് ലെക്സിയുടെയും ഒന്ന് ഫാബർ കാസ്റ്റലിൻ്റെ ആണ്. പിങ്ക് ലെക്സിയുടെയും ബ്ലൂ ഫാബർ കാസ്റ്റലിൻ്റെ ആണോ? അതെ, പിങ്കും ബ്ലൂ ആണ് കളറ്. പിന്നെ ഇത് പെർമനൻറ്റ് മാർക്കർ, നെയിം സ്ലിപ്പുമൊക്കെ എഴുതാനുള്ളതാണ്. നെയിം സ്ലിപ്പ് ഞങ്ങൾക്ക് സ്കൂളിൽ നിന്ന് തന്നെ കിട്ടും. നെയിം സ്ലിപ്പ്, ബാഗ്, നോട്ട്ബുക്ക് ഇല്ലാത്തതുകൊണ്ട് പേപ്പറാണ്, അതൊക്കെ കിട്ടും കേട്ടോ. അപ്പോഴേക്കും ലൈറ്റ് ഡിമ്മായി. അപ്പം എനിക്ക് മനസ്സിലായിട്ട് ചാർജ് കഴിഞ്ഞു എന്ന് കണ്ട്. ഒറ്റയടിക്ക് പെട്ടെന്ന് അത് ക്യാമറയിൽ നല്ല കറക്റ്റായിട്ട് കാണാം. പക്ഷേ ഇതിനകത്ത് അതെ, അപ്പം ഞാൻ ആ ചെറുതെടുത്ത് വെച്ചു. ഈ ചെറുതിന് നല്ല വെട്ടാട്ടോ. ഒരു റൂമിൽ ഞാൻ രാത്രി എൻ്റെ അടുത്ത് കൊണ്ടുവെക്കും. കറണ്ട് പോവില്ല, അങ്ങനെ ഇൻവെർട്ടർ ഉള്ളതുകൊണ്ട്. എന്നാലും ഞാൻ ഇങ്ങനെ അടുത്ത് കൊണ്ടുവെക്കും. അപ്പോൾ ഇത് കത്തിക്കുമ്പോഴേക്കും ഒരു റൂം ഫുള്ള് ഇതിൻ്റെ വെട്ടായിരിക്കും കേട്ടോ. നല്ല ലൈറ്റ് ഉണ്ട് ചെറുതാണെങ്കിലും. പിന്നെ നല്ല മഴയുണ്ട് കേട്ടോ. അവിടെ ഞാൻ ഒച്ചയിപ്പിച്ചു തരാം. കണ്ടു മഴയുടെ ഒച്ച. പിന്നെ ഇത് എവ്രിഡേയുടെ പെന്നുണ്ട് കേട്ടോ എൻ്റെ കയ്യിൽ.
ഇത് എവരിഡേ അല്ല, ഇത് എൻ്റെ ഫ്രണ്ട് അന്നാമേരി തന്നതാണ്. ഞാൻ പേര് പറയാം കേട്ടോ. അന്നാമേരി തന്നതാണ്. ഇതെങ്ങനെ ഒരു പേന, ബ്ലാക്ക് ആട്ടോ അത്, ജെല്ല്. പിന്നെ എവരിഡേയുടെ പേനയുണ്ട്, നമ്മുടെ ഡോംസിൻ്റെ. പിന്നെ 2 കുറോമി പെൻ. കുറോമീൻ്റെ ഒരു ഫാനാണ് ഗൈസ് ഞാൻ. കുറോമി എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഇത് 3 ആയിട്ടാണ് ഉള്ളത്. സെറ്റ് നമ്മൾ ഓൺലൈനിൽ നിന്ന് മേടിച്ചാണ്. നിങ്ങൾ കുറോമി പെൻസിൽ അടിച്ചു കൊടുത്താൽ കിട്ടും. ഇത് 12 എണ്ണത്തിനുണ്ട്, 6 എണ്ണത്തിനുണ്ട്, 3 എണ്ണത്തിനുണ്ട്. നമ്മൾ 12 എണ്ണത്തിൻ്റെ 6 എണ്ണത്തിൻ്റെ ഒന്നും മേടിച്ചിട്ട് ഒരു കാര്യമില്ലാത്തതുകൊണ്ട് ഞാൻ അങ്ങ് 3 എണ്ണത്തിന് മേടിച്ചോളൂ. അതിനകത്ത് 2 ഇങ്ങനത്തെ ഇതും പിന്നെ പറഞ്ഞാൽ പിങ്കും ആയിരുന്നു. പിങ്ക് ഞാൻ ഉപയോഗിച്ചത് അതിൻ്റെ താഴ്ഭാഗം ഇപ്പോൾ ലീക്കായി ഗൈസ്. അപ്പം ഞാൻ അത് കാട്ടിക്കളഞ്ഞു മീൻസ് അങ്ങനെയല്ല, അതിൻ്റെ ഫില്ലർ കാട്ടിക്കളഞ്ഞു, അതെടുത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ ഇത് ഹൈലൈറ്റേഴ്സാണ്, അടിപൊളി ഹൈലൈറ്റേഴ്സ് ആട്ടോ. 6 കളേഴ്സ് ഉണ്ട്. എന്താ പറയുക, നല്ല ഹൈലൈറ്റേഴ്സാണ്, കാണാൻ നല്ല ഇതാണ്. പിന്നെ നല്ല ലെങ്ത്ത് ഉണ്ട്, അത്യാവശ്യം നല്ല ക്വാണ്ടിറ്റി ഉണ്ട് അതിൻ്റെ ഉള്ളിൽ. ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. മീഷോയിൽ നിന്ന് മേടിച്ചാണ്. 200, 300 അറൗണ്ട്. അപ്പോൾ അത്രയേ ഉള്ളൂ നമ്മുടെ ഈ ഒരു ബോക്സിൽ എന്ന് പറഞ്ഞാൽ. കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. ഇതിനകത്ത് ഒരു എന്താ പറയുക, കള്ളി വേക്കൻ്റ് ആയിട്ട് കിടക്കുക. അത് അതിൻ്റെ ഉള്ളിൽ വെക്കാൻ നോക്കിയാൽ പറ്റില്ല, അതുകൊണ്ട് ഞാൻ പിന്നെ അങ്ങോട്ട് വെച്ചു. ഓക്കെ, പിന്നെ ഞാൻ അടുത്ത ബോക്സ് എടുത്തു. ഇതിൻ്റെ ഉള്ളിൽ വലുതായിട്ട് കാട്ടാനൊന്നുമില്ല. എൻ്റെ അനിയത്തി വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ അവിടെ. ഞാനപ്പോൾ ശബ്ദം കേൾപ്പിക്കുകയായിരുന്നു അവളുടെ. പക്ഷെ അത് അവൾ ചേച്ചമ്മ എന്ന് പറഞ്ഞ് വാലുമ്പോൾ മുട്ടുന്ന ശബ്ദമാണ്. അവൾ വാതിൽ മുട്ടി തെളി പൊളിക്കുന്നൊക്കെയാണ്. അത് ഞാൻ പോയിട്ട് അങ്ങോട്ട്, എന്നിട്ട് ഞാൻ പിന്നെയും വന്നതാണ്. ഇതിനകത്ത് 2-3 പ്രാവശ്യം ഞാൻ എണീറ്റ് പോകുന്നുണ്ട്. അപ്പം അതാ വന്ന് എല്ലാം സെറ്റാക്കിയിട്ടുണ്ട്. ആ ക്യാമറ ആണെങ്കിൽ ഊർന്ന് പോകുന്നു. അപ്പം ഞാൻ മര്യാദയ്ക്ക് വെച്ച് കഴിഞ്ഞാൽ അലയിറ്റും പോകും. ആകെ പ്രശ്നമായിരുന്നു ഈ വീഡിയോ എടുക്കുമ്പോൾ. പിന്നെ അതിൻ്റെ ഉള്ളിലുള്ളത് ഫെവി സ്റ്റിക്കാണ്. ഇത് ക്രാഫ്റ്റ് റൂമിൽ നിന്ന് കിട്ടിയതാണ് കേട്ടോ. ക്രാഫ്റ്റ് റൂമിൽ നിന്ന് കിട്ടിയ മീൻസ് ക്രാഫ്റ്റ് റൂമിൽ എൻ്റെ ബോക്സിൻ്റെ ഉള്ളിൽ നിന്ന് എനിക്ക് കിട്ടിയതാണ്. പിന്നെ ഞാനവിടെ വയ്ക്കാൻ മറന്നുപോയി. പിന്നെ ഇത് ഡോംസിൻ്റെ ഒരു വാക്സ് കളേഴ്സാണ്, വാക്സ് ക്രയോൺസാണ്. ആൻഡ് ഇത് ഡോംസിൻ്റെ വാട്ടർ കളേഴ്സ് പെൻസ് എന്നാണ് ഇത് പേരിയേക്കുന്നത്, പക്ഷേ അത് സ്കെച്ച് പെന്നാണ്. അങ്ങനെ ഇത് ഞാൻ കുഞ്ഞിത് നോക്കി വാങ്ങിച്ചാൽ കേട്ടോ, വലുത് വാങ്ങിച്ചിട്ട് വലിയ തോന്നില്ല. നമ്മളാകെ പിന്നെ ബോർഡിനൊക്കെയാണ് ഇത് എടുക്കുക. പിന്നെ കുറച്ച് സ്കെയിലൊക്കെ വാങ്ങിച്ചിട്ടുണ്ട്. സ്കെയിലല്ല, സ്കെയിൽ. ഞാൻ സ്കെയിൽ എന്ന് പറയുമ്പോൾ എൻ്റെ ഫ്രണ്ട് അമ്മേനെ കളിയാക്കും, നീ എന്തിനീ സ്കെയിൽ എന്ന് പറയണേ, സ്കെയിൽ എന്ന് പറയില്ലെന്ന്. അപ്പം ഞാൻ ഇങ്ങനെ സ്കെയിൽ എന്നാണ് പറയുക. ഇതൊരു സ്കെയിലാണ്. ഇത് ഈ വർഷം മേടിച്ചൊരു സ്കെയിൽ. പിന്നെ ബാക്കിയുള്ളതൊക്കെ കഴിഞ്ഞ വർഷം മേടിച്ചതാണ്. കഴിഞ്ഞ വർഷം മേടിച്ചതാണ്. അതിനകത്ത് ഗ്ലിറ്ററി ഉള്ളത് ബിസ്മിന്ന് മേടിച്ചാണ്. ബാക്കിയുള്ളത് ഒരെണ്ണം മീഷോയിലും ഒരെണ്ണം എനിക്ക് പറഞ്ഞൂടാ. പിന്നെ ഒരു ക്യാമലിൻ്റെ ഇൻസ്ട്രുമെൻറ്റ് ബോക്സ് ഉണ്ട്, നോർമൽ. പിന്നെ ഇത് 2 ബീറ്റേഴ്സിൻ്റെ പേനയാണ്. നമ്മൾ സ്കൂളിൽ നിന്ന് ടൂർ പോയിട്ടുണ്ടായിരുന്നു, സിൽവർ സ്റ്റോമിക്കായിരുന്നു. അപ്പം ഞാൻ മേടിച്ചതാണ്. പിന്നെ ഇതൊരു പെൻ തന്നെയാണ്. ഇത് കൊരട്ടി പെരുന്നാളിന് പോയപ്പോൾ മേടിച്ചാട്ടോ. നമുക്ക് എന്തെങ്കിലുമൊക്കെ പോയി കഴിഞ്ഞാൽ പെന്ന് കണ്ടാൽ ഞാൻ ഏതെങ്കിലും ഒരെണ്ണം എടുക്കും രസത്തിന്. പക്ഷെ ഇതുകൊണ്ട് ഇതുവരെ എഴുതിയിട്ടില്ല കേട്ടോ. ഞാൻ എടുത്ത് വെച്ചേക്കാണ്. അതിൻ്റെ നിമ്പിൻ്റെ റബ്ബർ പോലും ഞാൻ കളഞ്ഞിട്ടില്ല. ഇത് വൈറ്റ്നറാണ്. വൈറ്റ്നർ ഞാൻ അധികം യൂസ് ചെയ്യാറില്ല, എന്നാലും ഞാൻ വാങ്ങിച്ച് വെച്ചിട്ടുണ്ട്. പിന്നെ ഇതെൻ്റെ ഫ്രണ്ട് ആൻഡ്രീന തന്നിട്ട് ഇതിൻ്റെ ടോപ്പും ഇതിൻ്റെ മുകളിലത്തെ യൂണിക്കോണും എൻ്റെ അനിയത്തി എടുത്തുകൊണ്ട് പോയി. ആൻഡ്രീന കാണുന്നുണ്ടാവും എന്ന് വിചാരിക്കുന്നു. പിന്നെ ഈ സൈഡിൽ കുറച്ച് കോളംസൊക്കെ ഉണ്ട്. ഇതിനകത്ത് ഒന്നിൽ ഇങ്ങനെ പോട്ട് പോലെ ഉണ്ടാക്കിയതാണ്. ഇത് ക്യാൻഡിലിൻ്റെ ഇതായിരുന്നു, നമ്മുടെ ലൈറ്റ് വരുന്ന ക്യാൻഡിൽ. ദാറ്റ് മീൻസ് ബാറ്ററി ഇട്ട് ലൈറ്റ് എത്തുന്ന ക്യാൻഡിലിൻ്റെ. അപ്പോൾ ഇത് ഈ ഫ്ലവറിൻ്റെ പേര് ഞാൻ മറന്നുപോയി. ഡ്രൈ ആയിട്ട് ഇരുന്നാലും ആ ഫ്ലവർ നല്ല രസമാണ് കാണാൻ. ജീവസായിട്ടൊന്നും പേരായിരുന്നല്ലോ, എന്തെങ്കിലും ആവട്ടെ. അതിനിതൊരു യൂണിക്കോണാണ്. ഇത് പേനയുടെ ടോപ്പിലുള്ളതാണ്. ആ പേന ലീക്ക് അടിച്ച് പോയി. ഇത് ഇപ്പോഴും വർക്കാവുന്നുണ്ട്. എൻ്റെ ഫ്രണ്ട് അമ്മയുടെയിലുണ്ട് ഇത്. അവളുടെ ലൈറ്റ് ആദ്യം കേടായി, എന്നിട്ടാണ് പെന്ന് കേടായത്. എൻ്റെ ലൈറ്റ് ഇതുവരെ കേടായിട്ടില്ല. കഴിഞ്ഞ വർഷം മേടിച്ചാട്ടോ പേന. ഇതെന്തുവാ? ഇത് ചെറിയ സെല്ലോ ടേപ്പാണ്.
ഇത് നമ്മൾ ക്രാഫ്റ്റ് സ്കൂളിലേക്ക് പിന്നെ ബോർഡ് എന്ന് പറഞ്ഞിട്ടുള്ളൊരു സംഭവം ഉണ്ട് കേട്ടോ നമുക്ക്. അപ്പോൾ അതിനൊക്കെ യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് മേടിച്ചതാണ്. 2 മേടിച്ചിട്ടുണ്ടായിരുന്നു, ചെറുതും ഒന്ന് വലിയതുമായിട്ട്. ഇപ്പോൾ ഇവിടെ നല്ല മഴ കേട്ടോ. നിങ്ങളുടെ അവിടെ മഴയുണ്ടോ എന്ന് കമൻറ്റ് ബോക്സിൽ ഇടാൻ ഞാൻ പറയില്ല, കാരണം കമൻറ്റ് ബോക്സ് എൻ്റെ കയ്യിൽ ഓണായിരിക്കില്ല. പിന്നെ സെല്ലോ ടേപ്പ് ഞാൻ വലുത് കാണിച്ചു, അപ്പോഴേക്കും അമ്മ എൻ്റെ അടുത്ത് ഓടി വാ ഫോൺ വേണം എന്ന് പറഞ്ഞിട്ട് ഞാൻ ഫോണ് കൊടുത്തു. അത് എന്തിനാണെന്ന് വെച്ചാൽ മുകളിൽ കിളികൾ വന്നിരിപ്പുണ്ടായിരുന്നു. ഞങ്ങളൊരു കിളിക്കൂട് മേടിച്ചിട്ട് അപ്പം അതിനകത്ത് കിളികൾ വന്നിരിക്കണ്ടായി, അതിൻ്റെ വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട് ഓടിയതാണ്. മുകളിലാട്ടോ, അതിൻ്റെ വീഡിയോ ഞാൻ ഷോർട്ടായിട്ട് ഇടാൻ പറ്റും നോക്കാം. പിന്നെ ആ കാര്യം ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു. ഈ സെല്ലോ ടേപ്പുമ്പോൾ നമ്മൾ നിർത്തിയതൊന്ന്. പിന്നെ അടിയിലെ വലിപ്പല്ലല്ലോ, അതിന് മുന്നേ എന്തോ സാധനമുണ്ട്. നമ്മുടെ ബാമ്പു സ്റ്റിക്ക്, മറ്റേ ടൂത്ത് പിക്ക് ബാമ്പുവിൻ്റെ. ഇത് അതിൻ്റെ ഉള്ളിൽ നിന്ന് പോയി, ഞാൻ ഡ്രാഗ് കൂടെന്ന് പറയുമായിരുന്നു. ഇതാണ് ഇത് വെട്ടം, അതിൻ്റെ ചാർജും പോയി, അപ്പോൾ ആകെ പ്രശ്നമായി. ഞാൻ കട്ട് ചെയ്തു, എന്നിട്ട് ഇതൊന്നും കൂടി എടുക്കുകയാണ് ഇപ്പോൾ. അതാകെ പോയിട്ടവിടെ. യെസ്, ഇത് ഞാൻ വല്ല നെയിലാട്ടോ അല്ലെങ്കിൽ എന്താ വെച്ചാൽ പെയിൻറ്റ് മിക്സ് ആക്കിയിട്ടൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് എടുക്കണത്. പിന്നെ 2 വലിപ്പമുണ്ട് കേട്ടോ ഡ്രോയർ, അത് ഊരി ഇങ്ങനെ എടുക്കാൻ പറ്റും അതിൻ്റെ ഉള്ളിൽ നിന്ന്. അങ്ങനത്തെയാണ് 2. അതുമേ ഞാൻ 2 സ്റ്റിക്കറൊക്കെ ഒട്ടിച്ചിട്ടുണ്ട് കേട്ടോ. എനിക്ക് അതെങ്ങനെ ഊരിയെടുക്കാൻ പറ്റും. മീഷോയിൽ നിന്ന് മേടിച്ചതാണ്, പൊട്ടിയതൊന്നുമല്ല, അല്ലാതെ ഊരിയെടുക്കണം കേട്ടോ ഇങ്ങനെ. അപ്പോൾ ഞാനത് നീക്കി വെച്ചു അങ്ങോട്ട്. എന്നിട്ട് ഞാൻ വിചാരിച്ചു ആ ഡ്രോയർ മാത്രം എടുത്ത് കാണിച്ചിട്ടാണ്. ഇതിൻ്റെ അകത്ത് ഞാൻ വെച്ചേക്കുന്നത് എൻ്റെ ഇറേസർ, പേപ്പർ പിൻസ്, അതൊക്കെയാണ് തോന്നുന്നത്. ഇത് കാണുമ്പോൾ നിങ്ങൾ വിചാരിക്കും എനിക്ക് ഭ്രാന്താണ്, പക്ഷെ ഭ്രാന്തൊന്നുമല്ല. എല്ലാത്തും എന്ത് സാധനം കിട്ടിയാലും അത് ക്യൂട്ടാക്കും, പക്ഷെ ക്യൂട്ടേ അത് ഓവർ ക്യൂട്ടാവും. അതാണ് സംഭവിക്കുക എപ്പോഴും. ഇപ്പോൾ പ്രാവശ്യം തന്നെ സംഭവിച്ചിട്ടുണ്ട് കേട്ടോ. ഇതാണ് എൻ്റെ നോട്ട് പാഡ്. ഇത് ലെക്സിയുടെ ആണെന്ന് തോന്നുന്നു. ഇതും ഞാൻ ഒട്ടിച്ച് കുറേ സ്റ്റിക്കറൊക്കെ. ലെക്സിയുടെ എഴുതിയേക്കണതിൻ്റെ അവിടെ ഞാൻ സ്വീറ്റ് എന്നുള്ള സ്റ്റിക്കർ ഒട്ടിച്ച്, പക്ഷെ അത് ആകെ കുളമായി. ഒട്ടിച്ച് കുഴപ്പമില്ല, പക്ഷെ അതിൻ്റെ അടിയിലത്തെ ലെക്സിയുടെ എഴുത്തും സ്വീറ്റിന്ന് എഴുതിയതും കൂടി മിക്സായിട്ട് എന്തോ വൃത്തികേടായിട്ട് ഇരിക്കുന്നുണ്ടായിരുന്നു. പിന്നെന്താ, പിന്നെ അത് കുത്തി വയ്ക്കാൻ വേണ്ടി നോക്കുമായിരുന്നു ലൈറ്റ്, പക്ഷെ അത് കുത്തി വെച്ച് ഓൺ ചെയ്യാൻ പാടില്ല. അപ്പം ആകെ പ്രശ്നമായി. നമുക്ക് ഈ ഫോണിൽ തന്നെ ലൈറ്റ് ഇടാൻ പറ്റും. ഞാനതപ്പോൾ അത് നോക്കാണ്, ഫ്രണ്ട് ക്യാമറയിൽ ലൈറ്റ്. പക്ഷെ ആ ലൈറ്റ് ഇട്ട് കഴിഞ്ഞാൽ വലിയ തൃപ്തിയൊന്നുമില്ല, ഒന്നും ഇതാവില്ല. ഇതിപ്പോൾ ആ ലൈറ്റ് അല്ല കേട്ടോ, ഞാൻ സൈഡിൽ ലൈറ്റ് ഓൺ ചെയ്തത്. ഞാനത് ഓഫാക്കി, അത് ഇട്ടിട്ട് വലിയ കാര്യമൊന്നുമില്ല, എന്തെങ്കിലും ഇട്ടെന്നൊക്കെ. ഇതാണ് എൻ്റെ നോട്ട് പാഡ്. എന്താ, ഞാൻ സ്റ്റിക്കർ പൊട്ടിച്ച് നല്ല അടിപൊളിയാക്കിയിട്ടുണ്ട്. ഞാൻ ഇനി 6th-ലോട്ടാട്ടോ. 6th-ലേക്ക് ഞങ്ങൾക്ക് 1ാം ക്ലാസ് അല്ല 4ാം ക്ലാസ് കഴിഞ്ഞ വർഷം തൊട്ട് ഞാൻ കൊണ്ടുപോകണതാണ് ഈ നോട്ട് പാഡ്. ഇത് എൻ്റെ എന്താ വെച്ചാൽ നോട്ട് പാഡിൻ്റെ ഉള്ളിലത്തെ ഈ പേര് എഴുതിയതാണ്. അതിൻ്റെ അടിയിൽ ഞാൻ നമ്പർ എഴുതി വെച്ചിട്ടുണ്ടെങ്കിൽ അതും എഴുതിയതാട്ടാ. പിന്നെന്താ, പിന്നെ അടുത്ത് എന്താണെന്ന് വെച്ചാൽ പേപ്പർ പിന്നാണ്. ഇത് കാണുമ്പോൾ വലിയ കുഴപ്പമൊന്നുമില്ല. ഇത് സ്റ്റീലിൻ്റെ ആട്ടോ, ഞാൻ സ്റ്റീലിൻ്റെ ഈ പ്രാവശ്യം പറഞ്ഞ് മേടിച്ചതാണ്. അല്ലെങ്കിൽ എല്ലാ ദിവസവും പ്ലാസ്റ്റിക്കിൻ്റെ ഉള്ളിൽ സ്റ്റീൽ വേണം, അതൊക്കെ മേടിക്കുക. അതിനേക്കാളും നേരം എനിക്ക് തോന്നുന്നത് ഇത് കുറച്ചും കൂടി ഇങ്ങനെ ടൈറ്റായിട്ടിരിക്കും. ഇതിൻ്റെ ബാക്കിൽ ഇട്ടിട്ടുണ്ടെങ്കിൽ സ്റ്റിക്കർ കണ്ടാ, ഇത് കഴിഞ്ഞ വർഷത്തെ ബാലൻസ് ആട്ടോ. ഇതിൻ്റെ റിയൽ ചെപ്പാണത്. ഈ ചെപ്പ് നമ്മൾ മേടിച്ചാട്ടോ ആ കടയിൽ നിന്ന് 2 മേടിച്ചിട്ടുണ്ടായി. ഒരു സ്കൂളിലേക്ക് അച്ചാറൊക്കെ കൊണ്ടുപോകണമെങ്കിൽ നല്ലതാണ്. ഇതിൻ്റെ ഉള്ളിൽ കഴിഞ്ഞ വർഷത്തെ ബാലൻസ് കുറച്ചുണ്ടായിരുന്നു. ഇങ്ങനത്തെയാണ് ഞാൻ എല്ലാ വർഷവും മേടിക്കാറ്, ഇങ്ങനത്തെ പേപ്പർ പിൻ. പക്ഷേ ഈ വർഷം ഞാൻ ഇങ്ങനത്തെ മാറ്റി പിടിച്ചു. പിന്നെ ഇത് നമ്മുടെ വുഡൻ ക്ലിപ്പ്. ഇത് നമ്മുടെ ഫോട്ടോസൊക്കെ ഹാങ് ചെയ്യാൻ വേണ്ടിയിട്ട് എടുക്കുന്നതാണ്. പിന്നെ ഞാൻ ഇറേസറൊക്കെ കാട്ടിത്തരാം.
ഞാൻ ഓരോന്നായിട്ടെടുത്ത് പുറത്തേക്ക് ഇടാണ്. ഈ വർഷം അധികം സാധനങ്ങളൊന്നും ഞാൻ മേടിച്ചില്ല കേട്ടോ, കാരണം കുറേ സാധനങ്ങൾ ബാക്കിയുണ്ട്. സ്കെയിൽ ഞാൻ എന്താ വാങ്ങിച്ചതെന്ന് വെച്ചാൽ കുറച്ച് അത്യാവശ്യമായിരുന്നു. പിന്നെ ഇത് ഞാൻ എന്തിട്ടാ ഇതിൻ്റെ വേറൊരു എക്സ്ട്രാ മേടിച്ചാണ്. എന്തായാലും ഒരു വർഷത്തേക്ക് ഒരെണ്ണമൊന്നും പോരാ, അത് കാരണം. ഈ സ്കെയിൽ അത്യാവശ്യം മീൻസ് ആ സ്കെയിൽ ഫാബ്രിക് കാസ്റ്റൽസിൻ്റെ അല്ലായിരുന്നു, അതുകൊണ്ട് എനിക്ക് ലൈനൊക്കെ വരയ്ക്കാൻ ഭയങ്കര പാടായിരുന്നു. അതുകൊണ്ട് ഞാൻ ഫാബ്രിക് കാസ്റ്റൽസിൻ്റെയാണ് ഇപ്രാവശ്യം മേടിച്ചത്. ഇതാണ് ഞാൻ മേടിച്ച ഇറേസർ. ഇതുമേ ഞാൻ സ്റ്റിക്കർ ഒട്ടിച്ചിട്ടുണ്ട് കേട്ടോ. അതിൻ്റെ ആ ഇറേസറുമല്ല, അതിൻ്റെ ബോക്സുമേയാണ് ഞാൻ സ്റ്റിക്കർ ഒട്ടിച്ചേക്കണേ. ഡോമെക്സിൻ്റെ ഇറേസറാണിത്, നമ്മുടെ മറ്റേ ഡോമെക്സിൻ്റെ ഇറേസർ. അത് ഞാൻ പുറത്തേക്ക് എടുത്ത് കാട്ടിയില്ല എന്ന് തോന്നുന്നു, ഉള്ളിൽ തന്നെ വയ്ക്കാം. പിന്നെ ഇതാണ് കട്ടർ. ഇത് ഈ വർഷം മേടിച്ചാണ്, നല്ല ക്യൂട്ടാണ് കേട്ടോ. ഇതും ഞാൻ സ്റ്റിക്കർ ഒട്ടിച്ചിട്ടില്ല, കാരണം ഇത് ഓൾറെഡി ക്യൂട്ടാണ്. ഇത് നമുക്കിങ്ങനെ തുറക്കാം, എന്നിട്ട് ഷാർപ്പൺ ചെയ്യാം. അതിൻ്റെ ഉള്ളിൽ സ്റ്റോറേജും ഉണ്ട്. അപ്പോൾ നമുക്ക് എൻ്റെ പൗച്ചിലും ക്ലാസ് റൂമിലൊക്കെ ഇത് വീഴും നിറച്ച്. അതൊന്നും ശല്യമില്ല, നമുക്ക് വേസ്റ്റ് ബിന്നിൽ കൊണ്ട് പീരീഡ് ചെയ്യുമ്പോൾ കളയാം. പക്ഷേ ഞാൻ അങ്ങനെയൊന്നും ചെയ്യില്ല. അത് അതിൻ്റെ ഉള്ളിൽ കുത്തി നിറച്ച് വയ്ക്കും. എന്നിട്ട് എപ്പോഴെങ്കിലും തോന്നുമ്പോൾ കൊണ്ട് കളയും. അതാണ് എൻ്റെ സ്വന്തം വേസ്റ്റ്. പിന്നെ ഇത് കട്ടറാണ്. കട്ടർ ദുബായിൽ നിന്ന് ചേട്ടന്മാരും പിന്നെ എന്നിട്ടാ മേമയും പേപ്പനൊക്കെ വരുമ്പോൾ കൊണ്ടുവരും. പിന്നെ ഇതായത് ജർമ്മനിയിലാണ്. ഇത് എൻ്റെ ഫ്രണ്ട് അന്നമ്മയുടെ അമ്മ വന്നപ്പോൾ കൊണ്ടുവന്ന് തന്നാണ് ഇറേസർ. ഇതൊരു സെറ്റായിട്ടായിരുന്നു. ഇറേസർ, 2 പെൻസില്, ഒരു സ്കെയില്, പിന്നെന്താ ഒരു കട്ടർ, ഒരു സെറ്റായിട്ട്. അപ്പോൾ അതെനിക്ക് ആകെ ഡൗട്ടായി എന്തൊക്കെയായിരുന്നു. ഞാൻ പെൻസിൽ അന്വേഷിക്കും, പെൻസിൽ ഞാൻ കൗണ്ട് ചെയ്ത് അങ്ങനെയായിരുന്നു. അതിൻ്റെ സ്കെയില് എൻ്റെ ബാഗിലാണ്. ഞാൻ അന്ന് എക്സാമിന് കൊണ്ടുപോയിട്ട് പിന്നെ എന്നോട് ഒന്നും എടുക്കില്ല അതാണ്, അല്ലെങ്കിൽ എൻ്റെ മുകളിലത്തെ കവേർഡിലുണ്ടാവും ഷെൽഫിൽ. ഞാൻ എടുത്തില്ല കേട്ടോ, പക്ഷേ അതും കൂടി എടുക്കുമായിരുന്നു, പെൻസിലും കൂടി എടുക്കുമായിരുന്നു. ഇത് വേറെ ഉണ്ട് ഇറേസർ. ഇത് ക്യൂട്ടായതുകൊണ്ട് ഇതുമ്മേ ഞാൻ ഒന്നും സ്റ്റിക്കറൊന്നും ഒട്ടിച്ചില്ല, അങ്ങനെ തന്നെ വയ്ക്കുകയാണ് ഏതുണ്ടായേ. പിന്നെ ഇത് നടരാജയുടെ സാധാ ഒരു ഇറേസറാണ്. ഇത് ഇതൊരു ഉപയോഗിച്ചിട്ടില്ല കേട്ടോ. എന്നിട്ടാ എൻ്റെ കയ്യിൽ വേറെ തോന്നുന്നുണ്ടല്ലോ, അത് കട്ടറാണ്. കട്ടർ 2 ബസ്സിൻ്റെ കട്ടറാണ്. മഴയുടെ ശബ്ദം കേൾക്കുന്നുണ്ടല്ലേ, അതെനിക്ക് തോന്നുന്നുണ്ട്. മഴേൻ്റെ അടുത്ത് ശബ്ദം ഉണ്ടാക്കാതിരിക്കാൻ പറയാൻ പറ്റില്ലല്ലോ, അല്ലെങ്കിൽ പറയുന്നു ഗൈസ്. ഇതിപ്പോൾ ആകെ പ്രശ്നമായി മഴ കാരണം. പക്ഷെ മഴ പെയ്യുന്നത് നല്ലതാണ് കേട്ടോ, വെള്ളം കിട്ടും. പക്ഷെ ഇപ്പോൾ കുറേ സ്ഥലത്ത് മുങ്ങിയിട്ടൊക്കെ ഉണ്ട്. പിന്നെ ഇത് നമ്മുടെ എലാസ്റ്റിക്കാണ്. എൻ്റെ കൈയും പോയി പണ്ടാരം വലിച്ചിട്ട്. ഞാൻ അത് ഇടയ്ക്ക് വലിച്ചെടുത്തിരിക്കുമ്പോൾ എൻ്റെ കൈമ കൊണ്ടുപോകും. ഇതാണ് സംഭവിക്കുക എല്ലാ പ്രാവശ്യവും. പിന്നെന്താ നമ്മുടെ കങ്കാരുവിൻ്റെ സ്റ്റാപ്ലർ പിൻ 2 ഉണ്ട്. ഒരു പ്രാവശ്യം ഇത് കാണാണ്ടായിട്ട് അമ്മ പിന്നെ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നപ്പോൾ മറ്റേത് കിട്ടി. പിന്നെ ഇതൊരു ഷെല്ലല്ല, ഒരു മുത്താണ്. മുത്ത് ഷെല്ല് അങ്ങനെയൊക്കെ പറയാം. എനിക്ക് മുത്തെന്ന് പറയുമ്പോൾ അതിന് ഓട്ടയൊക്കെ വേണ്ടിയത്, അങ്ങനെയൊന്നുമല്ല. പിന്നെ ഒരു കങ്കാരുവിൻ്റെ തന്നെ ചെറിയൊരു എന്താ പറയുക സ്റ്റാപ്ലെയർ. ഇതിനേക്കാളും ചെറുതുണ്ട്, പക്ഷെ ഞാൻ മേടിക്കാൻ പോയ കടയിൽ അത്ര ഉള്ളത് ഉണ്ടായില്ല. ഇതായിരുന്നു മിനിമം സൈസ്, മിനിമം സ്മോൾ. സോ ഞാൻ ഇതെടുത്തു. പിന്നെ 2 വലിയതുണ്ട് കങ്കാരുവിൻ്റെ തന്നെ. ഇപ്പം നിങ്ങൾ വിചാരിക്കും ഇത് എന്തിനത് ഇത്ര പേരുത്തുന്ന്. ഈ 2 വലിയതും സ്കൂളിൽ നിന്ന് തന്നെ കിട്ടിയതാണ്. എന്നിട്ട് സ്റ്റേഷനറി സെറ്റ് അങ്ങനെ എന്തോ പറഞ്ഞിട്ട് കിട്ടും ഞങ്ങൾക്ക് സ്കൂളിൽ നിന്ന്. പിന്നെ ഒരു ഗ്ലൂ ഉണ്ട്, വൈറ്റ് ഗ്ലൂ ആണ് നമ്മുടെ ക്യാമലിൻ്റെ. ഇത് ഈ വർഷം മേടിച്ചാട്ടോ, അങ്ങനെ തന്നെ ഇരിപ്പുണ്ട്, ഞാൻ ഉപയോഗിച്ചിട്ടില്ല. പിന്നെ ഞാൻ മണ്ടാലാട്ടി ചെയ്തിട്ടുണ്ടായിരുന്നു സ്കൂളിൽ.
ഞാൻ മാത്രമല്ല ഞങ്ങളുടെ ക്ലാസ്സിലുള്ള എല്ലാവരും 5th സ്റ്റാൻഡേർഡിൽ. അപ്പോൾ അവിടെ നിന്ന് കിട്ടുന്നതാണ് ക്രാഫ്റ്റ് റൂമിൽ നിന്ന് ഇങ്ങനെ സെറ്റായിട്ട് കിട്ടും. കഴിഞ്ഞ പ്രാവശ്യം ഞങ്ങൾക്ക് ഉണ്ടായത് എന്നിട്ടാ പെയിൻറ്റിങ് ആയിരുന്നു. അപ്പോൾ ഞങ്ങൾക്ക് പെയിൻറ്റിങ്ങിൻ്റെ എല്ലാ സാധനങ്ങളും സ്കൂളിൽ നിന്ന് കിട്ടിയിട്ട് അവർ വീട്ടിലേക്ക് തന്നു വിട്ടു കേട്ടോ. അതിൻ്റെ എന്നിട്ട് പെയിൻറ്റ് ചെയ്യാനുള്ള മെറ്റീരിയൽ, തുണി, അതുമ്മേ ഡ്രോ ചെയ്തിട്ട് പിന്നെ ബ്രഷ്, കളേഴ്സ്, പാലറ്റ് ഇതൊക്കെ തന്നു വിട്ടു. ചെറിയൊരു പാലറ്റ്. പിന്നെ ഇത് നമ്മൾ നമ്മുടെ സ്റ്റിക്കി നോട്ട്സ് വാങ്ങിച്ചാണ്. സ്റ്റിക്കി നോട്ട്സ് ഇത് അമ്മയ്ക്കാട്ടാ. അമ്മയ്ക്ക് വേണം എന്ന് പറഞ്ഞു. അപ്പം അമ്മ മേടിച്ചു. പക്ഷേ ഞാൻ എൻ്റെ ഷെൽഫിൽ കൊണ്ടുവച്ചു. ഞങ്ങൾക്ക് സ്കൂളിൽ ന്യൂസ് എഴുതാനുണ്ടാവും. അപ്പോൾ ന്യൂസിന് നമുക്ക് മാർക്കായിട്ട് വയ്ക്കാം, ബുക്ക് മാർക്കായിട്ട്. ഇത് നമ്മുടെ ബ്രെഡ്ത്ത് ചെറുതായിട്ടുള്ളതാണ്, ലെങ്ത്ത് സെയിമാണ്. ഇത് നമ്മുടെ നോർമലാണ്. മറ്റേത് 3 കളേഴ്സാട്ടോ. ഇത് നമ്മുടെ നോർമൽ സാധനമാണ്. ഇതിൻ്റെ റേറ്റ് 70 റുപ്പീസോ സംതിങ് ആയിരുന്നു, 70 രൂപ. മറ്റേതിന് എത്രയാണെന്ന് എനിക്ക് അറിഞ്ഞൂടാ. ഇതിന് 70 രൂപയായിരുന്നു. മറ്റേതിന് 40 30 അങ്ങനെ എന്താ വേണ്ട 50 രൂപയായിരുന്നു. 40 രൂപയ്ക്ക് വേണ്ടി കിട്ടി. 30 ഉണ്ട്. നമുക്ക് ഓഫറിന് കിട്ടിയതാട്ടോ. ഓഫർ മീൻസ് ഓഫറിന് കിട്ടിയതാണ്. അവിടെ നിന്ന് നമ്മൾ പെന്നൊക്കെ മേടിച്ചിട്ടുണ്ടായിരുന്നു ആ സെയിം ഷോപ്പിൽ നിന്ന്. അപ്പോൾ എല്ലാത്തിനും കൂടി ഡിസ്കൗണ്ടൊക്കെ ഉണ്ടാവും. പിന്നെന്താ, പിന്നെ ആ ബോക്സിൽ അത്ര ഉണ്ടായുള്ളൂ. പിന്നെ കുറച്ചും കൂടി സാധനങ്ങളേ ഉള്ളൂ ഇനി കാണിക്കാൻ വേണ്ടിയിട്ട്. ഞാൻ ആ ബോക്സ് ഒന്ന് നീക്കി വെച്ചു. പിന്നെ ഞാനൊരു സാധനം എടുക്കാൻ മറന്നുപോയിട്ട് അത് എടുക്കുകയാണ്. അതെൻ്റെ പൗച്ചാണ്. അപ്പോൾ ഞാൻ എടുത്തിട്ടുണ്ട്. ഞാൻ കഴിഞ്ഞ പ്രാവശ്യം മേടിച്ച പൗച്ച് BTSൻ്റെ ആയിരുന്നു. BTSൻ്റെ അല്ല, കഴിഞ്ഞ പ്രാവശ്യം ആദ്യം മേടിച്ചത് നമ്മുടെ യൂണിക്കോണിൻ്റെ ആയിരുന്നു. അല്ല, ടെഡി ബെയറിൻ്റെ ആയിരുന്നു. ഒരു ബോക്സാണ് മേടിച്ചത്. അത് കഴിഞ്ഞിട്ട് എനിക്കത് പിടിക്കാതായപ്പോൾ ഞാൻ വേറൊരെണ്ണം മേടിച്ചു. ബിസ്മി പോയിട്ട് ഞാനും പപ്പയും കൂടിയും. അത് യൂണിക്കോണായിരുന്നു. അത് കഴിഞ്ഞിട്ട് വേറൊരെണ്ണം കൂടി മേടിച്ചു. അത് കുറോമിയല്ല, ലൈക്ക് ആ സ്റ്റിക്കറുള്ള ഗേളുടെ പോലത്തെ അങ്ങനത്തെ ഒരു ടൈപ്പ് ഓഫ് സാധനം മേടിച്ചു. അപ്പം അമ്മ പറഞ്ഞ് എന്നിട്ട് പിന്നെ BTSൻ്റെ വാങ്ങിച്ചു. അപ്പോൾ ആകെ കുറേ പൗച്ചായി കഴിഞ്ഞ വർഷം തന്നെ. ഈ പ്രാവശ്യം എനിക്ക് വില കുറവിൻ്റെ പൗച്ചാണ് മേടിച്ചത്. ഞാനും പറഞ്ഞു അത് മതിയെന്ന്. ഇത് 40 രൂപയും വേറൊരെണ്ണം വാങ്ങിച്ചു 30 രൂപയുടെ. കഴിഞ്ഞ പ്രാവശ്യം 20 രൂപയുടെ ഒരെണ്ണം വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ, 20 രൂപയുടെ ആ BTSൻ്റെ. അത് അടിപൊളി ക്വാളിറ്റി ആയിരുന്നു. ഞാൻ സാധനങ്ങൾ കുത്തി നിറച്ച് വെച്ചുകൊണ്ട് അതിൻ്റെ സിബ്ബ് കേടായി. അതിൻ്റെ സിബ്ബ് ഇങ്ങനത്തെ സിബ്ബല്ല, നമ്മുടെ തുണിയുടെ സിബ്ബല്ല. അതെ, ഇങ്ങനത്തെ തുണിയുടെ സിബ്ബല്ല, പ്ലാസ്റ്റിക്കിൻ്റെ സിബ് ലോക്ക് കവറിൻ്റെ സിബ്ബാണ്. പിന്നെ ഈ പോപ്പിറ്റിൻ്റെ പൗച്ച് അല്ല, പോപ്പിറ്റിൻ്റെ കീ ചെയിനാണ് വാങ്ങിച്ചത്. ഇത് 20 രൂപയാണ് ഉണ്ടായത്. ഇതുമേ ഞാൻ ഒട്ടിച്ചിട്ടുണ്ട് ഈ സ്റ്റിക്കർ. ഇതിൻ്റെ കണ്ണിൻ്റെ അവിടെ കണ്ട ഒരു പാട്, അത് അവിടെ വില എഴുതിയതാണ് 41. അപ്പം അതിൻ്റെ അവിടെയാണ് ഞാൻ കൊണ്ട് സ്റ്റിക്കർ ഒട്ടിച്ചത്. അതായിരുന്നു. ഇത് ഞാൻ യൂണിക്കോണാണ് കേട്ടോ മേടിച്ചത്. കാരണം അവിടെ എനിക്ക് ആകെ ഇഷ്ടപ്പെട്ടത് യൂണിക്കോൺ മാത്രമേ ഉണ്ടായുള്ളൂ. അപ്പം ഞാൻ വിചാരിച്ചു എന്നാൽ യൂണിക്കോൺ എടുക്കാമെന്ന്. അപ്പോൾ സ്റ്റിക്കർ പിന്നെ ഞാൻ എന്തൊക്കെയാണ് ബള എന്ന് പറഞ്ഞിട്ട് എന്താ ഞാൻ ഈ പറയണേ, ബള പഠിച്ചാനിരിക്കുമ്പോൾ എനിക്ക് മനസ്സിലാവുന്നുണ്ട് നിങ്ങൾ എൻ്റെ ഈ സംസാരമൊക്കെ കേട്ടിരിക്കാമെന്ന്. പിന്നെന്താ, ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഓക്കെയൊക്കെ കണ്ടിട്ടുണ്ട്. ഇത് 20 രൂപയുടെ കീ ചെയിൻ. ഇത് വേണ്ടെങ്കിൽ ഇത് ഞാൻ പറഞ്ഞു. അപ്പം തുറന്ന് കാണിക്കാം കേട്ടോ ഗൈസ്. ഇതിൻ്റെ ഉള്ളൊരു സ്പോഞ്ച് ഉണ്ട്, പക്ഷേ ഞാൻ എടുക്കില്ല. കാരണം അല്ലെങ്കിൽ ബുക്കൊക്കെ വയ്ക്കുമ്പോഴേക്കും ജാമായി പോവും. അത് മാറ്റിക്കഴിഞ്ഞാൽ അതുണ്ടെങ്കിൽ പൊങ്ങി വന്നോളും എടുക്കുമ്പോൾ. അത് തരുന്നതുകൊണ്ട് ഞാൻ അത് മാറ്റില്ല എന്ന് ഞാൻ ശ്രമിക്കാം. അപ്പം ഞാനത് പറയാണ്. മറ്റേ പൗച്ച് ഞാൻ കാണിച്ചു തരാം കേട്ടോ. മറ്റേ പൗച്ച് ഞാൻ യൂണിക്കോണിനാണ് മേടിച്ചിട്ടുണ്ടായിരുന്നത് കേട്ടോ. ഇപ്പം 2 യൂണിക്കോൺ അല്ല, 3 യൂണിക്കോൺ പൗച്ചാണ് കേസ് എനിക്കിപ്പോൾ ഉള്ളത്.
3 അല്ല 4 5 കുറേ ഉണ്ട് കേട്ടോ. പിന്നെ ഒന്ന് മറ്റേ ലൈറ്റ് ഞാൻ കുത്തിയിട്ടത് കേട്ടോ. ആ ലൈറ്റിൻ്റെ ചാർജ് കഴിഞ്ഞു. ഇതാണ് നമ്മൾ മറ്റേ ബോച്ച് യൂണിക്കോണിൻ്റെ. അതിൻ്റെ സിബ് നിങ്ങൾ സൂക്ഷിച്ച് നോക്കിക്കോളൂ, ഞാൻ കാണിച്ചു തരാം. ഇത് യൂണിക്കോൺ, അത് യൂണിക്കോൺ. ഇത് വേണമെങ്കിൽ നമ്മൾ ഈ പോച്ചുണ്ടുമ്പോൾ ഇതുമ്പോൾ ആ പോപ്പിറ്റിൻ്റെ ഇടാം, മറ്റേ പോച്ചുണ്ടുമ്പോൾ അതുമേക്ക് പോപ്പിറ്റ് മാറ്റാം. ക്ലാസ്സിലൊന്നും കുത്തി കളിക്കൊന്നുമില്ല. ഇതിപ്പോൾ തന്നെ എനിക്ക് മടുത്ത് പോപ്പിറ്റ്. ക്ലാസ്സിൽ പോകുമ്പോൾ ഞാൻ മടുക്കും എന്തായാലും. ഇതാണ് പോച്ച്. ഇതിൻ്റെ ബ്രെഡ് കുറവുള്ളതായിരുന്നു കിട്ടിയിട്ടുണ്ടായിരുന്നത്. ബ്രെഡ് കുറവായിരുന്നു. എന്താ പറയുക, ബ്രെഡും ലെങ്ത്തും ചെറുതുള്ളതായിരുന്നു. ഇല്ല, ലെങ്ത്ത് സെയിം ആയിരുന്നു, ബ്രെഡായിരുന്നു കുറവ്. ബ്രെഡ് സെയിം ആയിരുന്നു. ബ്രെഡ് കുറവായിരുന്നു, ലെങ്ത്ത് സെയിം ആയിരുന്നു. മാജിക് യൂണിക്കോൺ അതൊന്നും ഇല്ലാത്തതുണ്ടായിരുന്നു കേട്ടോ. യൂണിക്കോണിൻ്റെ പടം മാത്രം, പിന്നെ ആ സ്റ്റാർസ് ഒന്നും ഉണ്ടാവില്ല, അങ്ങനത്തെ ഉണ്ടായിരുന്നു. അതിന് 30 ആയിരുന്നു കേട്ടോ. ഞാൻ നല്ല ഡിസൈനുള്ളതൊക്കെ എടുത്തു. പിന്നെ ഇങ്ങനത്തെ സിബ്ബാട്ടോ, സിബ് ലോക്കറിൻ്റെ സിബ്ബാണ്. ഇത് നമുക്ക് ഓൺലൈനിൽ നിന്നൊക്കെ മേടിക്കാൻ കിട്ടും കേട്ടോ. പക്ഷേ അത് ഡെലിവറി ചാർജ് ഒക്കെ പാടി കൂടി വരുമ്പോഴേക്ക് നല്ല റേറ്റ് ആവും. അതിനേക്കാൾ വേണം കടയിൽ പോയി വാങ്ങിക്കുന്നതാണ്. അത്രേ ഉണ്ടായുള്ളൂ കേട്ടോ BTSൻ്റെ. അതെത്ര ഉണ്ടായുള്ളൂ. ഇതാകുമ്പോൾ നല്ല ലൈറ്റ് വെയ്റ്റുമാണ്, ക്യാരി ചെയ്യാൻ ഭയങ്കര എളുപ്പമാണ്. അതിൻ്റെ സിബ് പൊട്ടിപ്പോതിരുന്ന ഭാഗ്യമാണ്, അത് വേറെ കാര്യം. പിന്നെ ഇത് അമ്മയ്ക്ക് ഇഷ്ടമായി, അപ്പം ഞാൻ എടുത്തു. പിന്നെ ഇതേപോലത്തെ പറഞ്ഞാൽ എൻ്റെ ഫ്രണ്ടിൻ്റെ ഉണ്ട്, ആൻഡ്രീൻ്റെ ഇടയിൽ. പിന്നെന്താ, പിന്നെ നമ്മൾ വേറെ സ്കൂളുകളിലൊക്കെ പുതിയ ബാഗൊക്കെ വാങ്ങിക്കാം. പക്ഷെ ഞങ്ങളുടെ സ്കൂളിൽ അതൊന്നും പറ്റില്ല. പുതിയ ബാഗ് വാങ്ങിക്കാൻ പറ്റില്ല എന്നല്ല, സ്കൂളിൽ നിന്ന് നമുക്ക് ബാഗ് കിട്ടും കേട്ടോ. അവരുടെ സ്കൂളിൻ്റെ പേരൊക്കെ എഴുതി ബാഗ് കിട്ടും. നമ്മളതാണ് കൊണ്ടുപോകേണ്ടത്. പിന്നെ ബുക്കും കാര്യങ്ങളൊന്നും ഞങ്ങൾക്കില്ല. പേപ്പറിലാണ് റൈറ്റിങ് കാര്യങ്ങളൊക്കെ വരുന്നത്. അപ്പം അതുകൊണ്ട് ഒരു ഫയൽ ബാഗുണ്ട്, അതും ഞാൻ കാണിച്ചു തരാം. അപ്പം ഇത് എൻ്റെ ഒരു ഡയറിയാണ്. ഇത് അപ്പയ്ക്ക് ന്യൂ ഇയറിന് കിട്ടിയത് കേട്ടോ, കമ്പനിയിൽ നിന്ന്. അപ്പം അത് അപ്പം എനിക്കൊന്ന് ന്യൂ ഇയറിന് കിട്ടിയതാണ്. ഇതാ കണ്ടോ, അതുമേ സ്റ്റിക്കർ ഒട്ടിച്ച് നല്ല ക്യൂട്ടാക്കി വെച്ചിട്ടുണ്ട് ഗൈസ്. ഇതിനകത്ത് 2023 കലണ്ടർ, 4, 5 അത്രയും കലണ്ടറാണ് ഇതിനകത്തുള്ളത്. 3 കലണ്ടർ. അടുത്ത വർഷത്തെ ഉണ്ട്, മുമ്പത്തെ വർഷത്തെ ഉണ്ട്, ഈ വർഷത്തെ ഉണ്ട്. ഞാൻ ചീഫാണ് ഗൈസ്, ചീഫ്. പിന്നെ ഞാൻ ആ കാര്യം ഏത് കാര്യം പറയണേ, ഫയൽ ബാഗാണോ സ്റ്റിക്കറാണോ? സ്റ്റിക്കർ. ഇത് നല്ല ക്യൂട്ടാണ്. ഇതാ ഇത്രയും ലെങ്ത്തുള്ളൊരു സാധനമാണ്. 20 ഷീറ്റാട്ടോ, ഇത്രയും ലെങ്ത്തുള്ള 20 ഷീറ്റ് പല വെറൈറ്റി ഇതിനകത്താണ് വരുന്നത്. അതിൻ്റെ കവറ് നോക്കി എന്ത് ക്യൂട്ടാന്ന് കണ്ടേ, കുറേ ഉണ്ട് ഇതിനകത്ത്. ഇത് മൊത്തത്തിൽ എടുത്ത് കാട്ടാൻ നിന്നാൽ നല്ല ടൈമും ആവും. അതുകൊണ്ട് ഞാൻ കാട്ടാത്ത ഡീറ്റെയിൽ ആയിട്ട്. ഇനി വേണമെങ്കിൽ ഞാൻ ഇതിൻ്റെ ഒരു ഷോർട്ട്സ് ഇടാം. ഇതിൻ്റെ വേറെ ഉണ്ട് കേട്ടോ, വില കൂടിയത്. നമുക്ക് ഡ്രസ്സൊക്കെ ചെയ്യാൻ പറ്റുന്നത്, പക്ഷേ അതിൻ്റെ ആവശ്യമില്ല നമുക്ക്. ഞാൻ വില കുറഞ്ഞു നോക്കി ഇങ്ങനത്തെ എടുത്തു. അത് നല്ല ക്യൂട്ടാട്ടോ കാണാൻ വേണ്ടിയിട്ട്. പിന്നെ അതിൻ്റെ ഷീറ്റായാലും നല്ല ക്വാളിറ്റി ഉണ്ട്. ചിലത് പൊളിക്കുമ്പോൾ സൂക്ഷിച്ച് പൊളിക്കണം നമ്മൾ, അല്ലെങ്കിൽ അത് കീറിപ്പോകും. അങ്ങനെ ആ ഒരു സ്റ്റിക്കറിന് തിൻ ലെയറാണത്, അതുകൊണ്ട് തന്നെ കീറിപ്പോകാൻ ചാൻസ് ഉണ്ട്. അത് പൊളിക്കുമ്പോൾ നല്ല സൂക്ഷിച്ച് പൊളിക്കാം. ഞാൻ മറ്റേ പ്ലക്കർ വെച്ചിട്ടാട്ടോ പൊളിക്കാറ്. ഞങ്ങൾക്ക് ക്രാഫ്റ്റിന് എനിക്കൊരു പ്ലക്കർ ഉണ്ട്, അതുകൊണ്ട്. പിന്നെ ഞാൻ ഇതിൻ്റെ കാര്യം പറയണം. ബുക്ക് അതല്ലേ കാണിക്കാനുള്ള ആണോ എന്നാണ്. അതേനാ, ഇതാണ് എൻ്റെ ഫയൽ ബാഗ് ഗൈസ്. ഇതിൻ്റെ ഫ്രണ്ട് ഞാൻ കാണിച്ചു തരാം. ബാക്കിയുള്ള സ്കൂളുകാർക്കൊക്കെ ബാഗ് കൊണ്ടുപോകാൻ ഭയങ്കര എക്സൈറ്റ്മെൻ്റ് ഒക്കെ ആയിരിക്കും.
പുതിയ ബാഗൊക്കെ കൊണ്ടുപോകാൻ. ഞങ്ങൾക്ക് പുതിയ ബാഗല്ല, ഇതാണ് ഞങ്ങളുടെ ബാഗ് ഇട്ടത്. മറ്റേ ബാഗല്ല, നമ്മുടെ ഷോൾഡർ ബാഗ് ആട്ടോ. എന്നിട്ട് നമുക്ക് ഇങ്ങനെ ഇടുന്ന ഷോൾഡർ ബാഗ്. 3ാം ക്ലാസ് വരെ കണ്ട് നമുക്ക് ബാഗാണ്. എനിക്ക് അറിഞ്ഞൂടാ കേട്ടോ കറക്റ്റായിട്ട്. ഞാൻ പഠിക്കുമ്പോൾ 1ാം ക്ലാസ് മുതലേ ഷോൾഡർ ബാഗായിരുന്നു. ഇപ്പം മാറ്റിയിട്ടുണ്ട്. 1ാം ക്ലാസ് 2ാം ക്ലാസ്സൊക്കെ ഷോൾഡർ ബാഗാണെന്ന് തോന്നുന്നു, അല്ലെ ബാഗാണെന്ന് തോന്നുന്നു. ബാക്കിയുള്ള സ്കൂളുകാർക്കൊക്കെ ബാഗ് കൊണ്ടുപോകാൻ ഭയങ്കര ഇതല്ലേ, പുതിയ ബാഗൊക്കെ വാങ്ങിച്ചിട്ട്. നിങ്ങൾക്ക് ബാഗ് കൊണ്ടുപോകാനില്ല, ഫയൽ ബാഗ് കൊണ്ടുപോകാനാണ് എക്സൈറ്റ്മെൻറ്റ്. കുറേ പേര് എന്ന് വെച്ചാൽ നമ്മുടെ സ്കൂളിൽ നിന്ന് തന്നെ നമുക്ക് ഫയൽ ബാഗ് കിട്ടും. പക്ഷേ അതിൻ്റെ ഡൗൺ പോർഷന് അത് പെട്ടെന്ന് ബ്രോക്ക് ആവുന്നുണ്ടായിരുന്നു. കഴിഞ്ഞ വർഷം തന്നെ ബ്രോക്ക് ആയി. അപ്പം ഞാൻ വിചാരിച്ചു ഇനി എന്തായാലും സ്കൂളിൽ നിന്ന് മേടിക്കണ്ട, നമുക്ക് പുറത്തുനിന്ന് മേടിക്കാമെന്ന്. ഇങ്ങനത്തെ പേപ്പറിലായിട്ട് ഞങ്ങൾ എഴുതുക. റൂൾഡ് ഷീറ്റും അൺറൂൾഡ് ഷീറ്റിലുമാണ് ഞങ്ങൾ എഴുതുക. മാത്സ് റൂൾഡിൽ ബാക്കിയുള്ള സബ്ജക്ട്സൊക്കെ എഴുതും. അപ്പോൾ അത് വെക്കാൻ വേണ്ടിയിട്ട് നമുക്കൊരു ഫയൽ ബാഗിൻ്റെ ആവശ്യമാണ്. നമ്മൾ അങ്ങനത്തെ ഒരു ഫയൽ ബാഗ് വാങ്ങിച്ചിട്ടുണ്ട്. ഇതൊന്നും ഞാൻ തുറന്ന് കാട്ടിയില്ല കേട്ടോ, ആണ് പ്രശ്നം. ഫയൽ ബാഗൊക്കെ സ്കൂളിൽ നിന്ന് തന്നെ നമുക്ക് കിട്ടും കേട്ടോ. പക്ഷെ എന്നാലും ഞാൻ മേടിക്കില്ല. എന്നിട്ട് ഞാൻ ഈ പ്രാവശ്യം പുറത്തുനിന്ന് മേടിച്ചു. എനിക്ക് ഭയങ്കര എക്സൈറ്റ്മെൻറ്റ് എന്താ വെച്ചാൽ ഫയൽ ബാഗിനാണ് ഗൈസ്. ഫയൽ ബാഗ് ആകുമ്പോൾ എല്ലാവരും കാണും പുറത്തുകൊണ്ട് വെച്ചെന്ന് നമ്മൾ പിടിക്കുമ്പോൾ. അപ്പം ഫയൽ ബാഗ് കൊണ്ടുപോകാനാണ് എനിക്ക് ഭയങ്കര എക്സൈറ്റ്മെൻറ്റ് ഉള്ളത്. ഇവിടെ ഈ ഒരു ഡൗൺ പോർഷനാണ് എൻ്റെ പൊട്ടിയത് കഴിഞ്ഞ വർഷത്തെ. എന്നിട്ട് ഞങ്ങൾ വേറൊരെണ്ണം മേടിച്ചു കടയിൽ നിന്ന്. അതിൻ്റെ ലോക്ക് കംപ്ലൈൻ്റ് ആയിപ്പോയി. ആകെ പ്രശ്നമായിരുന്നു കഴിഞ്ഞ പ്രാവശ്യത്തെ ഫയൽ ബാഗ്. എന്നിട്ടൊരു അഡ്ജസ്റ്റ്മെൻറ്റിലൊക്കെയാണ് ഞാൻ കൊണ്ടുനടന്നിരുന്നത്. എന്നിട്ട് ഇത് നല്ലത് എന്ന് എനിക്ക് തോന്നുന്നുണ്ട് കേട്ടോ കണ്ടിട്ട്. പിന്നെ അതുമ്പോൾ ഞാൻ കുറേ സ്റ്റിക്കേഴ്സൊക്കെ ഒട്ടിച്ച് അലങ്കോലാക്കിയിട്ടുണ്ട്. വേറെ കാര്യം, ഇതും ഞാൻ തുറന്ന് കാട്ടിയില്ല, അതാണ് പറ്റിയ ഒരു ഇത്. ഇതിനുള്ള കുറേ കോളംസ് ഉണ്ട് കേട്ടോ. അത് കുറേ കോളംസ് ഉണ്ട്. ഇങ്ങനെ ഇത് വലിച്ച് കഴിഞ്ഞാൽ കണ്ട അങ്ങനെ ഇരിക്കും. പക്ഷെ ഞങ്ങളുടെ സ്കൂളിലത്തെ അങ്ങനെയല്ല, ഭയങ്കര ഹാർഡ് മെറ്റീരിയലാണ്. പിടിച്ചാൽ ഭയങ്കര ഇതാവും. ഇതുമ്പോൾ ഞാൻ നിറച്ച് സ്റ്റിക്കർ ഒട്ടിച്ച് വെച്ചിട്ടുണ്ട്. എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ട് ഫയൽ ബാഗ് കാണാൻ നല്ല ക്യൂട്ടുണ്ട്. പക്ഷേ ഓവർ ക്യൂട്ടായോന്ന് എൻ്റെ ഒരു ഡൗട്ടാണ് ഗൈസ്. ഇത് ഓവർ ക്യൂട്ടായിപ്പോയോ, എന്താണ് സംഭവിച്ചത്? പക്ഷെ എനിക്ക് ഇഷ്ടപ്പെട്ടു കേട്ടോ. എൻ്റെ ഫ്രണ്ട് ചോദിച്ചിട്ടുണ്ടായിരുന്നു ഇതിൻ്റെ ഫോട്ടോ ഒക്കെ അയച്ചു തരുമെന്നൊക്കെ. അപ്പോൾ ഞാനും അവൾക്ക് ഫോട്ടോ അയച്ചിട്ട് അവളെനിക്ക് ഫോട്ടോ അയച്ചു തന്നു അവളുടെ. അപ്പോൾ അവൾ ഫോട്ടോ അയച്ചു തരുമ്പോൾ ഇതൊന്നും ഉണ്ടായില്ല ഈ സ്റ്റിക്കർ. ഇനി അവൾ കാണുമ്പോൾ അവളുടെ റിയാക്ഷൻ എന്തായിരിക്കും? എന്നിട്ട് ഞാൻ നല്ല അടിപൊളിയാക്കി സെറ്റാക്കിയിട്ടുണ്ട്. ഇവിടെ ഉണ്ടോ, ഇത് ഞാൻ അവിടെ ലോക്കിൻ്റെ അവിടെ ഒട്ടിക്കാമെന്ന് വിചാരിച്ചത്. പക്ഷേ ഞാൻ ഇതും നേരത്തെ കണ്ടില്ല, അതുകൊണ്ട് അവിടെ ലോ വന്നു ഗൈസ്. ഗൈസ് ഇനി നമ്മൾ വീഡിയോ ഒക്കെ ചെയ്യും കേട്ടോ. നമ്മുടെ ബാക്ക് ടു സ്കൂളിൻ്റെ അല്ല, നമ്മുടെ ഗെറ്റ് റെഡി വിത്ത് മീ ആൻഡ് ഹെയർ സ്റ്റൈൽ ഫോർ സ്കൂൾ. പിന്നെ കുറച്ചൊക്കെ ഞാൻ ചെയ്യാം. ഞങ്ങളുടെ സ്കൂളിൽ പോണിറ്റെയിലാട്ടോ വേണ്ടത്. പിന്നെ ബ്ലാക്ക് ഷൂസ്, ബ്ലാക്ക് സാൻഡിൽസ്, പിന്നെ ബ്ലാക്ക് ഹെയർ ബാൻഡ്, ബ്ലാക്ക് ബുഷ്, പിന്നെ ഹൈ പോണി, ഇതാണ് വേണ്ടത്. പക്ഷേ ഹൈ പോണിയാണ്. ഞാൻ അതിനകത്ത് കുറേ തരികിട തോമൊക്കെ കാട്ടി ഞാൻ നല്ല അടിപൊളിയാക്കിയിട്ട് മുടി കിട്ടും. ലൈക്ക് പോണിറ്റെയിൽ തന്നെയായിരിക്കും. എന്നാൽ കുറച്ച് ഫ്രണ്ടിൽ നിന്നൊക്കെ കുറച്ച് പാർട്ടീഷനൊക്കെ കൊടുത്തിട്ടാണ് ഞാൻ ചെയ്യാറ്. അപ്പോൾ എന്തായാലും അതിൻ്റെ വീഡിയോ നിങ്ങൾക്കും കൂടി ഞാൻ ഇട്ട് കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ വീഡിയോ. ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. ബൈ.